വെൽക്കം ടു ലിസബത്ത് സോൾ. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പാണ്. അപ്പോൾ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഞാൻ 8 പേർക്കുള്ള സൂപ്പാണ് തയ്യാറാക്കുന്നത്. 1/2 കിലോ ചിക്കൻ വേണം. കൂടുതൽ എല്ലുള്ള ഭാഗമായിരിക്കണം. കുറച്ച് മാംസവും. പിന്നെ വേണ്ടത് ഒരു സവോള വേണം, ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത്. പിന്നെ ഒരു ബേ ലീഫ്, പിന്നെ 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതും ചതച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക്, അതും ചതച്ചതാണ്. പിന്നെ കുറച്ച് സെലറി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സെലറി ഇല്ലെങ്കിൽ കുറച്ച് ക്യാരറ്റ് ഇടുക. ക്യാരറ്റ് ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. 2 ലിറ്റർ വെള്ളത്തിൽ ഈ ചിക്കനും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പാകത്തിന് ഉപ്പ് ഇതിൽ ചേർക്കണം. അതിനുശേഷം മൂടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ്. 2 കപ്പ് കോൺ വേണം. ഫ്രഷ് കോണാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് സെപ്പറേറ്റ് വേവിക്കണം. വേവിച്ചിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ടിന്നിൽ വരുന്ന കോണാണെങ്കിൽ അത് സെപ്പറേറ്റ് വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ ടിന്നിൽ വരുന്ന കോണാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് കോൺ നമ്മൾ മിക്സിയിൽ അരച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കണം. അത് വെള്ളമൊന്നും ഒഴിക്കാതെ വേണം നമ്മൾ അരയ്ക്കാനായിട്ട്. 1/2 കപ്പ് കോൺ നമുക്ക് അതുപോലെ തന്നെ വേണം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കണ്ട. 1.5 കപ്പ് കോണും നമുക്കിതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ വേണം. സ്പ്രിംഗ് ഒനിയൻ്റെ താഴെയുള്ള ഭാഗം, ആ വൈറ്റ് പാർട്ട് ഉണ്ടല്ലോ, തണ്ട്, അത് നമുക്ക് വേറെ അരിയണം. മുകളിലേക്കുള്ള ഗ്രീൻ പാർട്ട് വേറെ അരിഞ്ഞു വയ്ക്കണം. അങ്ങനെ 2 ആയിട്ട് വേണം നമ്മൾ അരിഞ്ഞു വയ്ക്കാൻ. 2 മുട്ടയുടെ വെള്ള വേണം. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വേണം. അത് നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത്രയും വേണ്ടി വരില്ല, ഞാനൊരു ഏകദേശ കണക്കാണ് പറഞ്ഞത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി വേണം, കുറച്ച് പഞ്ചസാര, കുറച്ച് വിനീഗർ. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം ചിക്കൻ പീസ് നമുക്കൊന്ന് ചെറുതായിട്ട് കീറിയെടുക്കാം. ചിക്കൻ വേവിച്ച് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇത്രയും സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ ഇത്രയും ചിക്കനും ഉണ്ട്. അത് ഞാൻ ചെറുതായിട്ടിങ്ങനെ കീറിയിട്ടിരിക്കുന്നതാണ്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഈ പാത്രത്തിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനും അരച്ച കോണും അരയ്ക്കാത്ത കോണും എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓനിയനിൽ നിന്ന് നമുക്ക് ആ വൈറ്റ് ഭാഗമുണ്ടല്ലോ, അടിവശത്തുള്ള തണ്ട്, അതരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ മോൾ വശത്ത് ആ ഗ്രീൻ പാർട്ട് മാത്രം ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനിയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓണാക്കി സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ഈ സമയത്ത് നമ്മളിതിൻ്റെ ഉപ്പും പുളിയും എരിവും എല്ലാം നോക്കണം. എരിവ് വേണ്ടി വരില്ല, കാരണം നമ്മൾ ചിക്കൻ വേവിച്ച സമയത്ത് കുറച്ച് കുരുമുളക് ഇട്ടതാണ്. ആ എരിവ് മതിയാവും. ഇനിയിപ്പോൾ വേണമെന്നുള്ളവർക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. ഉപ്പും നോക്കിയിട്ട് പാകത്തിനിടുക. ഈ സമയത്ത് 1 ടീസ്പൂൺ വിനീഗറും ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര, മാക്സിമം 1 ടീസ്പൂൺ വരെ ആകാം. ഇതിന് സെലറിയുടെ ഒക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ സെലറി ഇട്ടാലും കുഴപ്പമില്ല. ഇനിയിപ്പം സൂപ്പ് ഉണ്ടാക്കുമ്പോൾ കഴിയുന്നതും സെലറി ഇടാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലോർ കുറച്ച് വെള്ളം ചേർത്ത് കലക്കണം. അതിനുശേഷം നമുക്കിതിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഇളക്കിക്കൊണ്ട് തന്നെ നമ്മളിരിക്കണം. ഒരു ചെറു കുറുകൽ വരുമ്പോൾ നമ്മൾ നിർത്തണം. ഇപ്പോൾ പാകത്തിന് കുറുകലായിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം കുറച്ചുകൂടി ഇത് തിക്കാവും. ഇനി അടിച്ചു വച്ചിരിക്കുന്ന മുട്ടവെള്ളം നമുക്കിതിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിക്കുമ്പോഴും നമ്മളിതുപോലെ ഇളക്കി കൊടുക്കണം. മാറ്റി വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓനിയൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ലതുപോലെ ഒന്നുകൂടെ തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ കാണുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.